മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലി ഗതാഗതം തടസ്സപ്പെടുത്തി. അമ്പലപ്പാറയിൽ രാവിലെ മരം റോഡിലേക്ക് മറിച്ചിട്ടായിരുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിയത്. കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്ക് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ കൂടുതൽ അപകടമുണ്ടായില്ല. വിവിധ സ്കൂളുകളിൽ ജീവിതോത്സവം പദ്ധതിക്ക് തുടക്കമായി. വിവിധ വിഷയങ്ങളിൽ കുട്ടികളിൽ അവബോധവും പരിശീലനവും ഉറപ്പുവരുത്താൻ NSSലൂടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലി ഗതാഗതം തടസ്സപ്പെടുത്തി. മലക്കപ്പാറയ്ക്ക് സമീപം അമ്പലപ്പാറയിൽ രാവിലെയായിരുന്നു സംഭവം. മരം റോഡിലേക്ക് മറിച്ചിട്ടായിരുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിയത്. 2 മണിക്കൂറോളം KSRTC സ്വകാര്യ ബസ്സുകളടക്കമുള്ളവ റോഡിൽ കിടന്നു. ഒരാഴ്ച മുൻപും കബാലി ഗതാഗത തടസ്സം വരുത്തിയിരുന്നു. കബാലിയുടെ ഫ്രണ്ടിൽ പെട്ടു. ദേശീയപാത 66 കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്ക് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ 3 പീടിക സെന്ററിലാണ് അപകടമുണ്ടായത്. എറണാകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുഭാഗത്തെ ടയറാണ് ഊരി വീണത്. പെട്ടെന്ന് തന്നെ വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ കൂടുതൽ അപകടമുണ്ടായില്ല. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്ന പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശൈലജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, A രാജീവ് എന്നിവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 3 ഡോക്ടർമാർ ഉണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ 1 ഡോക്ടർ മാത്രമാണുള്ളതെന്ന് സമരക്കാർ ആരോപിച്ചു. ഇതേ തുടർന്ന് പ്രതിദിനം ഇവിടെ എത്തുന്ന 100 കണക്കിന് രോഗികൾ ദുരിതത്തിലാവുകയാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. എത്രയും പെട്ടെന്ന് 2 ഡോക്ടർമാരെ കൂടി നിയമിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണ KPCC മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 100 കണക്കിന് രോഗികൾ വരുമ്പോൾ അവരെ നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരില്ല. ഇല്ലേ, 3 ഡോക്ടർമാരുണ്ടാവേണ്ട സ്ഥലത്ത് 1 ഡോക്ടറേ ഉള്ളൂ. അപ്പൊ സ്ഥിതി എന്താ? 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് അവർക്ക് ഡോക്ടറുടെ സേവനം ലഭിക്കാതെ വരുമ്പോൾ അവരെല്ലാം തിരിച്ചു പോകും. അവരെങ്ങോട്ടാ പോകുന്നത്? അവരെല്ലാം പ്രൈവറ്റ് മേഖലയിൽ പോകും. ആ പ്രൈവറ്റ് മേഖലയിൽ പോയി അവരുടെ കീശയിലിരിക്കുന്ന പണം ഉപയോഗിച്ച് അവർ ചികിത്സിക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും. അങ്ങനെ ചികിത്സിക്കുന്ന സ്ഥിതി എന്താ? വലിയ രീതിയിലുള്ള പണം ഗവൺമെന്റിന്റെ മേഖലയിൽ ഉപയോഗപ്പെടുത്തേണ്ട ഈ മേഖലയിൽ നിന്ന് മാറി സ്വന്തം കീശയിൽ നിന്ന് തന്റെ ചെലവ് ആരോഗ്യപരമായ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. മണ്ഡലം പ്രസിഡന്റ് VC ബെന്നി അധ്യക്ഷനായി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, ലിൻസൺ നടവരമ്പൻ, KT വർഗീസ്, ഡെന്നി ആന്റണി, സ്മിത ജോയ് എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ജീവിതോത്സവം 2025 സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് വിൻസ് അമ്പൂക്കൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ CJ മിനി അധ്യക്ഷയായിരുന്നു. ലൈജ റാഫേൽ, ആൽഫ സൈഫി, അനന്യ, ജിജോ, പ്രോഗ്രാം ഓഫീസർ മിനി ജോസ് എന്നിവർ സംസാരിച്ചു. രേഷ്മ ഫ്രാൻസിസ്, CJ ജൂലി എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജീവിതോത്സവം 2025 പദ്ധതിയുടെ മാള ക്ലസ്റ്റർ തല ഉദ്ഘാടനം നടന്നു.
മേലൂർ സർക്കാർ സമരി സ്കൂളിൽ നടന്ന പരിപാടി അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു. വർത്തമാന കാലഘട്ടം ഏറ്റെടുക്കേണ്ട ഏറ്റവും കാലികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള ലഹരിക്കെതിരായിട്ടും സാമൂഹ്യ വിപത്തിനെതിരായിട്ടും ചെറുക്കുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഓരോ ചടങ്ങുകളിലും, അത് സർക്കാർ തലത്തിലായാലും വിദ്യാഭ്യാസ തലത്തിലായാലും ഗ്രാമപഞ്ചായത്ത് തലത്തിലായാലും, ആദ്യം നമുക്ക് സമൂഹത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരിലും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികളും എല്ലാം കടന്നു വരുന്ന ഇത്തരം വിനാശകരമായ ഈ നടപടികളെ ചെറുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, രാസലഹരി പോലുള്ള മാരകമായ MDMA പോലുള്ള പിന്നെ ഇത്തരം ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം വലവീശിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരം ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KS ലേഖ, പ്രധാന അധ്യാപിക M സുജാത, CP സിജോ, നൈന K ജോൺ, വോളണ്ടിയർ ലീഡർമാരായ VR അദ്വൈത്, ആദിത്യ ബിജു എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ ലഹരി ഉപയോഗം, അക്രമവാസന, ഡിജിറ്റൽ അഡീഷൻ, ആത്മഹത്യാ പ്രവണത എന്നിവ തടയുന്നതിനും ജീവിതമാണ് ഉത്സവമെന്ന അവബോധം കുട്ടികളിൽ പകരുന്നതിനും NSSലൂടെ സർക്കാർ നടപ്പിലാക്കുന്ന 21 ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം. മാള തൻകുളം സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി മാളപള്ളിപ്പുറം കിണർ സ്റ്റോപ്പിന് സമീപത്ത് വച്ച് മാള തൻകുളം സ്വദേശി ചേലക്കാട്ട് വീട്ടിൽ അഖിലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് മാളപള്ളിപ്പുറം സ്വദേശി അരിപ്പുറത്ത് വീട്ടിൽ സിറാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അഖിലിനെ 2023 ഡിസംബറിൽ സിറാജും കൂട്ടാളികളായ നിതിൻ, മുൻസിർ, റോയൽ ജോയ് എന്നിവർ ചേർന്ന് ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ സംഭവത്തിന് മാള പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ 1-ാം പ്രതിയാണ് സിറാജ്. കോടതിയിൽ വിചാരണയിലുള്ള ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് അഖിൽ സമ്മതിക്കാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് സിറാജ് അഖിലിനെ ആക്രമിച്ചത്. മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള സിറാജ് മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 2 കേസുകളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അറസ്റ്റിലായ 2 കേസുകളിലും പൊതുജന സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയ 1 കേസിലുമടക്കം 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മാള കാർമൽ ഓട്ടോണമസ് കോളേജിൽ ദ്വിദിന എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഉണർവ് എന്ന പേരിൽ സെപ്റ്റംബർ 26-27 തീയതികളിലായി നടക്കുന്ന എഡ്യൂക്കേഷൻ എക്സ്പോ 26 വെള്ളിയാഴ്ച രാവിലെ 10:30 ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ റിനി റാഫേൽ, ഡോക്ടർ ജിയോ ജോസഫ്, ലിൻഡ P ജോസഫ്, PK രാജേശ്വരി, മെഡിൽന ജോലിഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ ഹൈസ്കൂളുകളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കായി സംസ്കൃതി, ഭാരതീയ വിജ്ഞാന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത ഇനം പരിപാടികൾ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. 2-ാം ദിവസം സെപ്റ്റംബർ 27 ശനിയാഴ്ച യുവ സംരംഭകർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചെറുകിട വ്യവസായികൾക്കുമായി അവരുടെ ഉൽപ്പന്നങ്ങളും കഴിവുകളും ആശയങ്ങളും അവതരിപ്പിക്കുന്നതിനായി സ്കിൽ മേള ഉദ്യം 2K25 സംഘടിപ്പിക്കുന്നു. മാള മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് NSS ഡേ ആഘോഷിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം ഈ കയ്യടിയും നമ്മുടെ NSSന്റെ ക്ലാപ്പും മനസ്സുമാവട്ടെ എന്ന NSS ഗീതം കേൾക്കുമ്പോൾ ഏകദേശം 2000 കാലഘട്ടങ്ങളിൽ ഞാൻ തിരൂർ പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തിയ NSSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്തു. ഞാൻ ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബെസ്റ്റ് കോളേജിൽ പഠിച്ചു. പക്ഷെ അന്നൊന്നും അങ്ങനെ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അങ്ങനെ അധികം ആളുകളായിട്ട് സംസാരിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ മെഡ്സ് ഗ്രൂപ്പ് CEO ഡോക്ടർ ജോർജ് കോറഞ്ചേരി അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ A സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ ഡോക്ടർ അംബിക ദേവിയമ്മ, MA അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാന്ധിയൻ ആദർശങ്ങളും സമകാലിക പ്രസക്തിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ NSS വളണ്ടിയർ സെക്രട്ടറിമാരായ അഭിനവ് കൃഷ്ണ, CA അൽഫിയ, അഭിജിത്ത് MA, റഫോൾസ് മരിയ പോൾ എന്നിവർ നേതൃത്വം നൽകി.
മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഹോളി ഗ്രേസ് അക്കാദമിയിൽ മെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ജെയിംസ് മാളിയേക്കൽ, ഡോക്ടർ PV ലിവിയ, അമൽ ജെ വടക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലാ, സാംസ്കാരിക, മതരംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ 10 പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു വിദ്യാരംഭ ചടങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 9:30 മുതൽ 12 മണി വരെ നമ്മുടെ സ്കൂള് എല്ലാവർക്കുമായി ഓപ്പൺ ആയിരിക്കും. കുരുന്നുകളെല്ലാവരും വന്ന് ഈ പ്രമുഖരോടൊപ്പം ഈ വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുത്ത് അവരുടെ ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വപ്നം. ഇതിനു വേണ്ടി ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നതാണ്. അവർക്ക് വേണ്ടിയുള്ള ഫൺ ഗെയിംസ്, അതുപോലെ തന്നെ മറ്റു പല ഗിഫ്റ്റുകൾ, സർപ്രൈസ് ഗിഫ്റ്റുകളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ദിനാചരണം സംഘടിപ്പിച്ചു. ജീവിതോത്സവം 2025 കാഹളം മുഴങ്ങട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അവബോധവും പരിശീലനവും ഉറപ്പുവരുത്താൻ ഉതകുന്ന രീതിയിലാണ് 21 ദിന പരിപാടി NSSന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ചാലക്കുടി DYSP C ബിജുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷൈബു പുത്തൻപുരയ്ക്കൽ, ലിജോ ജോസ് നടുമുറ്റം, സാംസ്കാരിക സമിതി ചെയർമാൻ വിൽസൺ മേച്ചേരി, അധ്യാപകരായ PV ദിവാകരൻ, വിനു തോമസ്, NSS പ്രോഗ്രാം ഓഫീസർ അനിത PK എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മൂലം പ്രതിസന്ധിയിലായ കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്തതിൽ പ്രതിഷേധിച്ച കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധ വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘം കൺവെൻഷൻ നടത്തി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പോരുവളപ്പിൽ മുഖ്യാതിഥിയായിരുന്നു. KN സജീവൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, VA മൊയ്തീൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ്, ജോപി മങ്കടിയാൻ, ഹക്കീം ഇക്ബാൽ, നോബിൽ കണ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഘടനയായ ക്രാക്റ്റിന്റെ നേതൃത്വത്തിൽ 29 മുതൽ ഒക്ടോബർ 5 വരെ അഖില കേരള ജോസ് പെല്ലിശ്ശേരി കലാഭവൻ മണി നാടകമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രശസ്തമായ 7 തിയേറ്ററുകളുടെ നാടകങ്ങളാണ് അരങ്ങേറുന്നത്. വൈകിട്ട് 6:30 മുതൽ NS ഹാളിൽ വച്ചാണ് നാടകമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കും. 29 വൈകിട്ട് 6 നാടകമേള നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 5 നടക്കുന്ന സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ക്രാക്ട് ഭാരവാഹികളായ പോൾ പാറയിൽ, PD ദിനേശ്, ലൂവിസ് മേലേപ്പുറം, UK വാസു, MK മിൻഹാജ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലി ഗതാഗതം തടസ്സപ്പെടുത്തി. അമ്പലപ്പാറയിൽ രാവിലെ മരം റോഡിലേക്ക് മറിച്ചിട്ടായിരുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിയത്. കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ കൂടുതൽ അപകടമുണ്ടായില്ല. വിവിധ സ്കൂളുകളിൽ ജീവിതോത്സവം പദ്ധതിക്ക് തുടക്കമായി. വിവിധ വിഷയങ്ങളിൽ കുട്ടികളിൽ അവബോധവും പരിശീലനവും ഉറപ്പുവരുത്താൻ NSSലൂടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.